ഈ സംസ്ഥാന സമ്മേളനത്തിനും മുഖ്യമന്ത്രി തന്നെയാണ് ഒരു രേഖ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ രേഖ എന്ന് പറയുമ്പോൾ അങ്ങനെ വിപ്ലവാത്മകം എന്ന് പറയാവുന്നൊന്നും അതിലില്ല. എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതുവരെ ഒരു LDF സർക്കാരുകൾ ചെയ്തു പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെന്ന് തോന്നലൊന്നും ഇന്നിപ്പോൾ ഈ പുറത്തു വന്ന രേഖകളിലില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാനുള്ള തീരുമാനം പോലെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് തീരുമാനം പോലും അതിലില്ല. പക്ഷേ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനിയും പാർട്ടിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും അടുത്ത തവണയും LDFനെ നയിക്കുക. അദ്ദേഹം തന്നെയായിരിക്കും പ്രധാന മുഖം എന്ന് സമ്മേളന പ്രതിനിധികളെയും പൊതുജനങ്ങളെയും ഒരു ജനറൽ പബ്ലിക്കിനെയും ബോധ്യപ്പെടുത്തുക. പിണറായി തന്നെ നയിക്കും എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ അതിൽ ലക്ഷ്യമുള്ളൂ എന്നാണ് പുറത്തു വന്ന കണ്ടന്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക. കാരണം അതിൽ ഒരുപാട് മൈൻഡ് അപ്ലൈ ചെയ്തോ, അല്ലെങ്കിൽ ഒരുപാട് തോട്ട് പ്രോസസ് നടത്തിയോ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കൺസൾട്ടിങ് നടത്തിയിട്ടോ, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ചോ ഒന്നും തയ്യാറാക്കിയ ഒരു രേഖയായി ആ ഒരു ക്വാളിറ്റി ആ രേഖയ്ക്ക് തോന്നുന്നില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ കൊടുക്കും എന്ന് മുഖ്യമന്ത്രിക്ക് സമ്മേളന വേദിയിൽ പറയാൻ ഒരു രേഖയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ക്ഷേമപ്രവർത്തനം എന്ന ഹെഡിങ് പറയുകയാണ്, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും, അത് മുടങ്ങാതെ കൊടുക്കും എന്നൊരു നവകേരളത്തെ പറ്റിയുള്ളൊരു പുതിയ രേഖയിൽ മുഖ്യമന്ത്രി എഴുതി വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ രേഖയല്ല പ്രധാനം, അവിടെ ആരായിരിക്കും, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കുമെന്ന് സ്ഥാപിക്കുകയാണ് പ്രധാനം. ഇനി മറ്റൊരു കാര്യം, ഇനി അങ്ങനെയല്ല, അതെ, മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു രാഷ്ട്രീയമോ സംഘടനാപരമായ ആരോഗ്യം ഇപ്പോൾ CPM-നില്ല. പിണറായി വിജയൻ അല്ലാതെ ഇനി മറ്റൊരു ആൾ വരണം, മറ്റൊരു മുഖം പാർട്ടിക്ക് വേണം, ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ മറ്റൊരാൾ ഉയർത്തിക്കാട്ടണം എന്ന് തീരുമാനിക്കാൻ ഒരു ഒരു ആരോഗ്യം വേണം, ഒരു രാഷ്ട്രീയ ആരോഗ്യം വേണം. അത്തരം ആരോഗ്യം ഉള്ളൊരവസ്ഥയിലല്ല CPM. കാരണം CPM വളരെ സെക്യൂർ ആയിട്ടുള്ള പൊസിഷനിലാണ് പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇനിയൊരു തുടർഭരണം, ഒരു മൂന്നാം വട്ടം കൂടി വരാൻ തക്ക ആത്മവിശ്വാസം ആ പാർട്ടിക്ക് ഇപ്പോഴും ഉണ്ട്. ആത്മവിശ്വാസം എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, UDFന് LDFനെ അതിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ UDFന് തന്നെ ആശങ്കകളുള്ള, സംശയങ്ങളുള്ള, അവർക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസമില്ലാത്തൊരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് LDFന് ഒരു തുടർഭരണത്തെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളത്. അപ്പോൾ അങ്ങനെ തുടർഭരണത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസമുള്ളൊരു പാർട്ടി, ആ പാർട്ടിക്ക് എന്തുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒരാളെ മാറ്റിക്കൂടാ? ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മന്ത്രിമാരെയും, മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരെയും മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിപ്ലവകരമായ കാര്യമാണ്. ഒരു പുതിയ ടീമിനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജനറേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂന്നാം ടൈം LDF സർക്കാർ വരികയാണെങ്കിൽ ആ പുതുനിരയിൽ നിന്ന് ഒരാളായിരിക്കും മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കും. പിണറായി വിജയൻ പ്രായമായി, അദ്ദേഹത്തിന് 80 വയസ്സ്, അടുത്ത ടൈം ഇനിയിപ്പോൾ വരുവാണെങ്കിൽ അടുത്ത ടൈം 80 വയസ്സാവും. നല്ല പ്രായമായ ഒരു മനുഷ്യനായ അദ്ദേഹം, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ലൈഫിനുള്ളൊരു സമയമാണ്. പക്ഷേ എന്നിട്ട് പോലും അത് വേണ്ടാന്ന് തീരുമാനിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പിണറായി അല്ലെങ്കിൽ ആര്, പിണറായിക്ക് ശേഷം ഈ പാർട്ടി എന്ത് എന്ന കാര്യത്തിൽ കൃത്യതയില്ലായ്മയുണ്ട് പാർട്ടിക്ക്. അതായത് ഒരു ബംഗാൾ ആവർത്തിച്ചേക്കുമോ എന്നൊരു ഭയം പാർട്ടിയെ പിടികൂടിയിട്ടുണ്ട്. അതായത് ഇനിയും മൂന്നാം വട്ടവും LDF അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസമുള്ളതോടൊപ്പം തന്നെ ഒരു സംഘടന, ഒരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ പാർട്ടിക്കകത്ത് തന്നെ ആശങ്കകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം, ഇനിയൊരു തുടർഭരണം ലഭിച്ചാൽ പാർട്ടി തകരും എന്നുള്ള ആശങ്ക മുമ്പേ ഉണ്ടായിരുന്നു. ഇനിയൊരു തുടർഭരണം വന്നാൽ ബംഗാൾ ആവർത്തിക്കുമോ എന്നൊരു ഭയം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാറിലും കോളിലും ഉലയാൻ പോകുന്ന ഒരു കപ്പലിനെ നയിക്കാൻ ഇപ്പോഴുള്ള ഈ കപ്പിത്താനേ പറ്റൂ. പുതിയൊരാൾക്ക് അതിന് കഴിയണമെന്നില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടിയെ ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു ഘടകം, പാർട്ടിയെ തകരാതെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം, അത് പിണറായി വിജയനാണ് എന്ന് പാർട്ടി പ്രവർത്തകർ ധരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം അത് അണികളെ ധരിപ്പിക്കുന്നു എന്നാണ് ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഇതോടെയുള്ള തുടർ നടപടിയിൽ നമുക്ക് മനസ്സിലാവുന്നത്.